ോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ക്രൈസ്റ്റിലുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതിനായി എന്നെ ഈ ഒരു കർത്തവ്യത്തിലേക്ക് നയിച്ച പ്രിയ സൂസനോടുള്ളതായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ ദാസി ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഞാന് പിന്നെ പോയി വന്നപ്പോഴ് അവിടുന്ന് സൗദിയിൽ നിന്ന് കസാക്കിസ്ഥാനിൽ പോയിരുന്നു. ആമേൻ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്റെ സാക്ഷ്യം കേൾക്കണമെന്ന് പറഞ്ഞ് ആ രീതിയിലെ സാക്ഷ്യം പറയുവാനൊക്കെയും ദൈവം അവസരങ്ങൾ കർത്താവിന്റെ ദാസിയിലൂടെ അത് നൽകപ്പെടുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ പോയത് ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ 24 വളരെ തണുപ്പുള്ളതായ സമയമായിരുന്നു. ആ സമയത്ത് അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നതായ അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിലും ദൈവമായ കർത്താവ് ആമേൻ തന്റെ ദൗത്യം നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതിനായി എന്നെ ഒരുക്കി. അവൻ എന്റെ കാലുകളെ മാൻപയുടെ കാൽക്ക് തുല്യമാക്കി ഗിരികളിന്മേൽ എന്നെ നിൽക്കുമാറാക്കിയ ദൈവമായി ആമേൻ സ്തോത്രം ആയിരുന്നു. ആ കർത്താവിനെ ഉയർത്തുവാനും ദൈവമായ കർത്താവ് അവസരം തന്നതിനായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഒരു വർഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എന്നെ അവിടുന്ന് ഉപയോഗിക്കണേ, എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താൻ തക്കവണ്ണം എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരം ഒരു ആന്റി എന്നെ വിളിച്ചു ചോദിച്ചു, ടെസി ബീഹാറിലേക്ക് ഒരു അവസരമുണ്ട്, ഒരു മിഷൻ ട്രിപ്പ് ഉണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാനത് സമ്മതിച്ചു. സമ്മതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മകൻ ഫിന്നി ദൈവവേലയോടനുബന്ധിച്ച് അവൻ 2.5 വർഷക്കാലം ബീഹാറിലായിരുന്നു. അന്നേരം പോകാനൊക്കെ ഞങ്ങൾ രണ്ടുപേരും വളരെ താല്പര്യപ്പെട്ടു, എങ്കിലും പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അന്ന് തൊട്ടേ എന്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരമാണ്, ബീഹാറിൽ എനിക്ക് പോകണമെന്നുള്ളതായ വലിയ ഒരു ഒരു ആകാംക്ഷ എന്റെ ഉള്ളില് വളരെയധികമായി ഉണ്ടായിരുന്നു. അനേക പ്രിയപ്പെട്ടവര്, സുവിശേഷ താല്പര്യമുള്ളവര്, പലപ്പോഴും പലർക്കും താല്പര്യം ഉണ്ടെങ്കിലും പ്രത്യേകാല സഹോദരിമാരായ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും പോകുവാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യം ലഭിക്കാറില്ല. എന്നാൽ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തില് രണ്ടാമതായി ആമേൻ ബീഹാറിലേക്ക് കടന്നു പോകുവാൻ കഴിഞ്ഞ സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 1 വരെ ആമേൻ ആദേശങ്ങളിലായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ബീഹാർ എന്ന് പറയുന്ന സ്ഥലം വലിയ വിശാലമായ ഒരു സ്ഥലമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 38 ഡിസ്ട്രിക്റ്റുകൾ തന്നെ ഉണ്ട്. അതിലെ ഒരു ഡിസ്ട്രിക്റ്റായ പൂർണിയ എന്ന് പറയുന്നതായ ആ ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങള് കടന്നു പോകാനായിട്ട് ഇടയായത്. ഞങ്ങൾ 7 പേരടങ്ങുന്നതായ ഒരു ടീമാണ് കടന്നു പോയത്. 6 സഹോദരിമാരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ 7 പേരാണ് കടന്നു പോകാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കർത്താവ് യാത്രയിലൊക്കെയും വളരെയധികമായി സഹായിച്ചു. ആമേൻ. അവിടെ കടന്നു ചെന്ന് ഓരോ സ്ഥലങ്ങളും കടന്നു പോകുമ്പോഴും ദൈവമേ ഈ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് ഒരുക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ഹൃദയം അങ്ങ് ഭയങ്കരമായിട്ട് നന്ദി കൊണ്ട് നിറയപ്പെടുന്ന അനുഭവമാണ്. നിങ്ങൾക്കും ആർക്കെങ്കിലും ഒക്കെ അല്പമെങ്കിലും സമയം ലഭിക്കുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായും നാം പോയി കണ്ടിരിക്കണം. ആമേൻ. അറ്റ്ലീസ്റ്റ് അവരോടൊപ്പം കുറച്ച് ദിവസം നമുക്ക് ചെലവഴിച്ചാൽ ഒരുപാട് ഹൃദയ സന്തോഷം നമുക്കുണ്ടാകും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, സുവിശേഷം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ത്യ സുവിശേഷീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകാൽ ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെങ്കില് ഒന്ന് ചെന്ന് കണ്ട് ആ അനുഭവം ഒന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് ഹൃദയത്തിന് നമുക്ക് സന്തോഷം, ആ ദൈവദാസന്മാർക്ക് ഭയങ്കര സന്തോഷം. ഈ യാത്രയുടെ കൂടെ നേപ്പാളിലും കടന്നുപോയി. നേപ്പാളിൽ കടന്നുപോയപ്പോഴത്തേക്കിന് അവിടുത്തെ ദൈവദാസൻ പറഞ്ഞത് ഞാൻ പറയാം. എല്ലാവരും എല്ലാ ഇടങ്ങളിലും കടന്നു പോകും, പല കാര്യങ്ങളും ചെയ്യുവാൻ ബന്ധപ്പെടും, പക്ഷേ ഈ ബീഹാറിലേക്ക് ഒരു കുഞ്ഞു പോലും കടന്നു വരാൻ താല്പര്യപ്പെടത്തില്ല. എല്ലാവരും അവിടെ ഇവിടെ എല്ലാം പോകും, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷെങ്കില്
ഈ പാവങ്ങളായ ഞങ്ങള് ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നത് ഒന്ന് അന്വേഷിക്കാൻ പോലും ഒരു മനസ്സ് കാണിക്കാത്തത് വളരെ കഷ്ടമായിട്ടാണ് തോന്നുന്നത്. അതങ്ങനെ അവരുടെ വായിൽ നിന്ന് വന്നപ്പോഴാണ് എന്റെ കർത്താവേ ഈ പോയി കാണുന്നത് അവർക്ക് എന്തൊരു ഉത്സാഹമാണെന്നുള്ളത് തോന്നിപ്പോയത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൗകര്യമുണ്ടെങ്കിൽ കുറച്ച് സഹോദരിമാർ ഒന്നിച്ച് ഞാനും വരാൻ തയ്യാറാണ്. ആമേൻ, സ്തോത്രം. ദൈവം ആരോഗ്യം തന്നാൽ, അവസരം തന്നാൽ തീർച്ചയായും ഇനിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുവാനും പോകുവാനും ഒക്കെ ഞാൻ വളരെയധികമായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം നമ്മിലൂടെ ദൈവം ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അമേൻ. നന്ദി യേശുവേ, നന്ദി. ഓരോരുത്തരെ ഓരോ അവസ്ഥയിലാക്കി തീർക്കുമ്പോൾ അത് ആ കർത്താവിന് മഹത്വം വെളിപ്പെടുന്നുവെങ്കിൽ അതിൽ ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അല്ല, നമ്മളെ ഇവിടെ ഇരുന്ന് നമ്മൾ കണ്ണുനീരോട് ആത്മാക്കളെ രക്ഷിക്കുവാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ അവരുടെ കരങ്ങൾ ബലപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതും ദൈവം പ്രവർത്തിക്കുന്ന വലിയ പ്രവൃത്തിയായിട്ട് അവിടെ വെളിപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഈ പ്രിയമുള്ളവരെ അനർത്ഥങ്ങളിൽ നിന്നും അതുപോലെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എല്ലാം വിടുവിച്ച് പിന്നെയും ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ബലം നൽകുന്നത് നമ്മളുടെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ബീഹാറിനെ ഓർത്ത് പ്രത്യേകാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പ്രത്യേകാൽ ഞങ്ങൾ കടന്നുപോയ സ്ഥലം പൂർണിയ എന്ന് പറയുന്ന ആദിവാസി കേന്ദ്രത്തിലാണ്. അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി സ്ഥലമാണ് പൂർണിയ, ബീഹാറിലെ പൂർണിയ. ആ സ്ഥലത്ത് ഏതാണ്ട് 30-35 വർഷങ്ങൾക്ക് മുമ്പ് ജോസ് ഡാനിയേൽ എന്ന് പറയുന്ന ദൈവദാസൻ ആമേൻ കടന്നു ചെല്ലുകയും തന്റെ 17ാമത്തെ വയസ്സിൽ ഇവിടുത്തെ നാട്ടിൽ നിന്ന് താൻ ബീഹാർ എന്നുള്ള ലക്ഷ്യവുമായിട്ട് കടന്നുപോയതാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ അവരെ ഒരുപാട് മാനിച്ചേ മതിയാകത്തുള്ളൂ. കാരണം ആമേൻ, ഈ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അത് മാന്യതയോടെ ചെയ്യുവാനാണ്, അത് വളരെ ശക്തിയോടെ ചെയ്യുവാനാണ്, അത് എല്ലാവരും അറിയണമെന്നുള്ള രീതിയിൽ ചെയ്യുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ബീഹാറിലൊക്കെ കടന്നു പോകുന്നവർക്ക് ആമേൻ, ബീഹാർ മാത്രമല്ല കേട്ടോ, ആമേൻ, നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകള് ആമേൻ കടന്നുപോയി സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളില് ആമേൻ, സ്തോത്രം, സുവിശേഷം അറിയിക്കുന്നവരെല്ലാം ചെയ്യുന്നത് വളരെ വിലപ്പെട്ട 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 ദൈവവേലയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, മറ്റുള്ളവർ ചെയ്യുന്നത് ദൈവവേലയല്ലേ? തീർച്ചയായും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം, അതല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ എന്നെ ഇവിടുത്തെ വേല എന്നെ ദൈവം ഏൽപ്പിച്ചുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിശ്വസ്തയോടെ അത് ചെയ്യണം, അത് നിർവഹിക്കണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവരെയും ഓർക്കണമേ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ അവിടെ ചെന്ന് അവരുടെ പ്രവൃത്തികൾ കാണുമ്പോഴാണ്, അയ്യോ, ഇത്രയും ദൈവപ്രവൃത്തി, ഇത്രയും അന്ധകാരത്തിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്ന് അവര് കർത്താവിനെ ഒന്ന് ആരാധിക്കുന്നത് കാണുമ്പോൾ അയ്യോ, നമ്മളുടെ ഹൃദയം അങ്ങ് തുടിച്ച് ഉല്ലസിക്കുകയാണ് ചെയ്യുന്നത്. ആ സന്തോഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഇല്ല പറഞ്ഞതിന്റെ കൂട്ട് പാൽപായസം കുടിച്ചാലും കിട്ടാത്ത തരത്തിലുള്ളതായ അത്ര വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് 7 പേർക്കും അനുഭവിക്കാനിടയായത്. ഈ എന്താ ദൈവമേ, ഞങ്ങളുടെ ആ യാത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ടു, നേരത്തെ വരണ്ടിയിരുന്നു എന്ന് പോലും ചിന്തിക്കുവാൻ ഇടയായി. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ആമേൻ, അങ്ങോട്ട് പോയത് ട്രെയിനിലായിരുന്നു. ആമേൻ, സ്തോത്രം. ട്രെയിനില് ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്കൊരു അനുഭവം, വല്ലാത്ത തിക്ത അനുഭവം നേരിട്ടു. ആമേൻ, സ്തോത്രം. ഞാൻ ഓർത്തു ഇത് അവസാനം പറയാമെന്ന്. എന്നാൽ ഹല്ലേലൂയ, 1-ാം ദിവസം തൊട്ട് അങ്ങ് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അത് ക്രമത്തിൽ അങ്ങ് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ആമേൻ ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് പരിശോധനകള് ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവേ എന്ന് ചോദിച്ച പല അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റാർക്കും ഉണ്ടാകാത്ത വളരെ കഠിനമായിട്ടുള്ളതായ പരിശോധനകൾ എന്തുകൊണ്ട് ആമേൻ എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ എന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ഉണ്ടായി. ഇപ്പൊ തന്നെ നമ്മൾ ഹഗ്ഗായിയെ ദൈവം വിടുവിച്ചായ ആ വിടുതൽ
എത്ര എത്ര വലുതാണ് ദൈവമേ. ദൈവം വിടുവിച്ച വിടുതല്, ദൈവം തന്റെ പൈതലിന്റെ ജീവനെ ആ രണ്ടുപേരെയും കാത്തതായ ആ വിടുതൽ എത്ര വലുതാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വിടുവിച്ചത് അത് നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ദൈവമക്കൾ സമയം കൂടാതെ, ആമേൻ, സമയം നോക്കാതെ ഇരുന്ന്, ആമേൻ, അർദ്ധരാത്രിയിലും വെളുപ്പാൻ കാലത്തും ഒക്കെ ഉറക്കം ഒഴിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് പ്രിയമുള്ളവരെ നമ്മളെയും നമ്മളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെയും അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതും ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിക്കുന്നതും അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം കാക്കുന്നതും നമ്മളുടെ പ്രാർത്ഥനയാണ്. നമ്മളുടെ ഒരു തുള്ളി കണ്ണുനീര് അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ആകയാല് ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ളതായ ഓരോ ദിവസവും 10 പേര് വെച്ച് പ്രാർത്ഥിക്കാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രിയ കർത്താവിന്റെ ദാസി. എത്ര വിലപ്പെട്ട ഒരു സാവകാശമാണ് അത് ലഭിക്കുന്നത്. ആമേൻ. ഓരോരുത്തർക്കും സബ്ജക്ട്സും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ് പ്രിയമുള്ളവരെ, വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ചിലപ്പം 10 പേരുടെയും പേര് പറഞ്ഞ് എല്ലാവരുടെയും ആവശ്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പക്ഷേ ആ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അത് വലിയ വിടുതലുകൾ അയച്ചു കണ്ട് സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, യുദ്ധ കർത്താവേ, ഇപ്പോൾ ആ കർത്താവിന്റെ ദാസി സൂസൻ എന്തുമാത്രം ഹൃദയത്തെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ജനത്തെ ആഹ്വാനം ചെയ്ത് അങ്ങനെ കൂട്ടി പ്രാർത്ഥിക്കുന്നത് നിമിത്തം ദൈവമേ അവിടുന്ന് വിടുവിക്കുന്ന വിടുതലുകൾ എത്ര വലുത്, എത്ര വലുത്, എത്ര വലുതെന്ന് കാണുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യുന്നതിനായി, കർത്താവിന്റെ ദാസിയെ ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികൾ അങ്ങനെ വലുതാണ്. അങ്ങനെ 1-ാം ദിവസം രാത്രിയില് ട്രെയിനിലായിരുന്നു, AC കോച്ചിലൊക്കെ ആയിരുന്നു. എന്നാൽ രാത്രിയില് വളരെ ക്ഷീണിച്ച് ഞാൻ അങ്ങ് കിടന്നു. എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ തലയ്ക്കൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. ആമേൻ, സ്തോത്രം. എന്നാല് രാവിലെയാണ് ഞാൻ ഉണർന്നത്. വെളുപ്പിനെ 5 മണിയായപ്പോൾ ഉണർന്ന് നോക്കിയപ്പോഴേ 5:30 ആയപ്പോഴത്തേന് ഉണർന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ ബാഗ് തലയ്ക്കലില്ല. അത് വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. എല്ലാ സാധനങ്ങളും, അതായത് ഒരു ദിവസത്തേക്ക് അങ്ങ് ചെല്ലുന്നിടം വരെ ഉപയോഗിക്കാനുള്ള സർവ്വ ചെറിയ ചെറിയ ഐറ്റംസും പൈസയും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് തന്നെയായിരുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ കിടക്കുന്നതായ ആ കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ 2 പേര് സഹോദരിമാരെ ഉള്ളായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വേറെ റൂമിലായിരുന്നു കിടന്നിരുന്നത്. അപ്പൊ കൂടി ഞാൻ അവരുടെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെ എന്റെ സങ്കടം പറഞ്ഞു. ആമേൻ. എല്ലാവരും എഴുന്നേറ്റ് ആശ്ചര്യപ്പെട്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേൻ. ഞങ്ങൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഷെയർ ചെയ്യുവാനും തുടങ്ങി. ആമേൻ. പെട്ടെന്ന് ആമേൻ ഞങ്ങൾക്ക് ബുദ്ധി തോന്നി. ഞങ്ങള് ആമേൻ, സ്തോത്രം, പോലീസ് സ്റ്റേഷനിലെ റെയിൽവേ പോലീസിനെ വിളിച്ചറിയിക്കാനായിട്ട് അവിടുത്തെ TT ഈ പറഞ്ഞതുകൊണ്ട് ആമേൻ ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അത് കേസായിട്ട് അവരവിടെ കിട്ടിയപ്പോഴേ അവർ പറയുകയാണ്, നിങ്ങളുടെ കമ്പാർട്ട്മെന്റ് മാത്രമല്ല മറ്റേ AC കമ്പാർട്ട്മെന്റിലും ഇതുപോലെ തന്നെ ഉള്ള അനുഭവം ഉണ്ട്. അപ്പൊ ആരോ കള്ളന്മാരെ രാത്രിയിൽ വിസിറ്റ് ചെയ്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞങ്ങള് വളരെ വിഷമിച്ചും ഞാനും വളരെയധികം വിഷമിച്ച് എന്ത് ചെയ്യേണ്ടു എന്നറിയത്തുമില്ല. അത് എന്താണ്, വീടിന്റെ താക്കോല്, കബോർഡിന്റെ താക്കോല് എല്ലാം അതിനകത്താണുള്ളത്. ATM കാർഡ്, 2 ATM കാർഡ്, ആധാർ കാർഡ് എല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല, എന്റെ ദൈവമേ എന്ത് ചെയ്യേണ്ടു എന്നറിയത്തില്ല. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കാനായിട്ട് തുടങ്ങി. എങ്കിലും എൻ്റെ ഹൃദയത്തിനുള്ളിൽ എന്തോ ഒരുപാട് വേദന അങ്ങ് കടന്നു വന്നില്ല. ഒരു ധൈര്യം എനിക്ക് ഉള്ളിൽ ഇങ്ങനെ തന്നിരുന്നു. ആ സമയത്ത് എന്നെ ഓർപ്പിച്ചത്, ഞാൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പറഞ്ഞത്, സമ്പത്തുകളുടെ അപഹാരം വലിയ ധനമെന്ന് എണ്ണിക്കൊള്ളാൻ പൗലോസ് പറഞ്ഞതുപോലെ. ആമേൻ, സ്തോത്രം. പൗലോസിന്റെ മിഷണറി യാത്രയില് ആമേൻ വളരെയധികം ധനസമ്പത്ത് എല്ലാ വിധത്തിലുമുള്ളതായി നമുക്കതെല്ലാം ആമേൻ തന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തനിക്ക് അനവധി അനർത്ഥങ്ങൾ വന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, വേറെ ഒരു യാത്രയ്ക്ക് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. മിഷൻ ട്രിപ്പിന് വേണ്ടി, അതും ബീഹാറിലേക്ക് കടന്നു പോകുന്ന ഈ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാൻ കാരണം എന്താ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ധൈര്യം, തീരെ ഹോപ്പ്ലെസ് ആയിട്ട് ഞാൻ അങ്ങനെ ആയില്ല. അത് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു ധൈര്യം തന്നു. ഈ ഒരു വാക്യവും എൻ്റെ ഹൃദയത്തിൽ തന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിന്റെ ജീവനെയാണ് ഞാൻ ചോദിച്ചിരുന്നതെങ്കിൽ നീ എന്നാ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ അടക്കമായി. അതെ,
കർത്താവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്റെ ജീവനെ ആണെങ്കിലും ഞാൻ അങ്ങേക്കായി ഏൽപ്പിക്കുന്നു എന്ന് ഞാൻ എന്നെ തന്നെ ആ ബെഡേല് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവിന് വേണ്ടി. ആമേൻ. ഏത് നഷ്ടവും സഹിക്കുവാനും കഷ്ടവും സഹിക്കുവാനും നാം ഒരുക്കമുള്ളവരായി തീരണമെന്ന് എന്നെ അവിടെ വെച്ച് ദൈവം പഠിപ്പിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നുള്ളതായ പലവിധമായ ചോദ്യങ്ങളുടെ നടുവില് ആമേൻ ദൈവം വലിയവനെന്ന് കാണുവാൻ, ആമേൻ അതിന്റെയും മധ്യത്തില് യേശു നല്ലവനെന്ന് പറയുവാൻ പ്രിയമുള്ളവരെ കഴിഞ്ഞു. അതിനായി സ്തോത്രം. ഇങ്ങനെ ഇത് മാത്രമല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ അനവധി ആമേൻ കഷ്ടങ്ങളുടെ നടുവില് ഹല്ലേലൂയ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനല്ലാതെ വേറെ ഒരു കാര്യത്തിലും ആമേൻ ശ്രദ്ധ തിരിയുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തില് അനുവദിച്ചിട്ടില്ല. അതിനായി എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിനായി നന്ദി, നന്ദി, നന്ദി. അറിയുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ആ ധൈര്യം തരുന്നത് ദൈവമാണ് കർത്താവ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് കേട്ടോ. ഹല്ലേലൂയ. ചിലരൊക്കെയും പലരും കഷ്ടങ്ങൾ വരുമ്പോൾ ഈ ദൈവം ഇങ്ങനെയാണോ ചെയ്യുന്നത്, എന്നാ പിന്നെ ഇനി ഈ ദൈവത്തെ സേവിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന അനുഭവങ്ങളും ഒക്കെയും നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെയും ചെയ്യുന്നതാണ്. പല ദൈവദാസന്മാരുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാര് തങ്ങളുടെ ദൈവദാസന്മാര് പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ അത് വഹിക്കാൻ പാടില്ലാതെ വിധത്തില് ഒന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിലായി തീരുമ്പോൾ പ്രിയമുള്ളവര്, ഞാൻ മരിച്ച് ഏതാണ്ട് 2 മാസം ആമേൻ ഞാൻ ഒരുവിധം ഇങ്ങനെ മൗനമായി ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ധൈര്യപ്പെടുത്തി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും ദൈവകാര്യങ്ങൾക്ക് വേണ്ടി പോവാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ എന്നെ ധൈര്യപ്പെടുത്തി ഹല്ലേലൂയ ദിനംതോറും കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാത്രം വസിക്കുവാൻ ഏഴയ്ക്ക് സഹായിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങള് പോലീസിലെ അറിവ് കൊടുത്തു. ആമേൻ സ്തോത്രം. എന്നാൽ വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. 5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അതായത് ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത, അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആന്റിയുടെ മകളാണ്. ആ മകളുടെ ഫോണാണ് വന്നത്. എലിസബത്ത് വർഗീസ്, മമ്മിയുടെ ഫ്രണ്ട് അല്ലേ, ഇപ്പോൾ യാത്ര ചെയ്യുന്നല്ലേ, ആന്റിയുടെ ബാഗ് കിട്ടി കേട്ടോ എന്നും പറഞ്ഞോണ്ട്. ആമേൻ. അപ്പൊ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇതെങ്ങനെ കിട്ടി? ട്രെയിനേല്. അപ്പൊ പോലീസുകാര് പറഞ്ഞു, അങ്ങനെ പലതും നഷ്ടപ്പെടും, അത് പോയി എന്ന് കണക്കാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലാതെ ഞങ്ങളുടെ പാസ്റ്റർമാരെ അറിയിച്ചപ്പോൾ അവര് പറഞ്ഞത്, ബീഹാറിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെ പലതും സംഭവിക്കും, കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കയറും കേട്ടോ, അത് സൂക്ഷിച്ചോണോ എന്നൊക്കെ പറഞ്ഞ. പക്ഷെ വളരെ ക്ഷീണിച്ചു പോയായിരുന്നു ഞാൻ. ആമേൻ. അതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി, ഇതിന്റെ കാര്യം വിട്ടുപോയി. ആമേൻ സ്തോത്രം. എന്നാല് ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദൈവം അത് മടക്കി തന്നു. കാര്യം അതിനകത്തുള്ള പൈസ മാത്രം നഷ്ടപ്പെട്ടു, ബാക്കി കാർഡുകളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, പിൻ നമ്പർ പോലും എഴുതിയ ആ കൊച്ചു ഡയറി പോലത്തെ ആ ബുക്ക് പോലും അതിനകത്തുണ്ടായിരുന്നു. ഇത് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ സേലത്തിനടുത്തുള്ളതായ 2 പെന്തക്കോസ്ത് വിശ്വാസികളായ കുഞ്ഞുങ്ങള് ഈ റെയിൽവേയിൽ ജോലി ചെയ്യുവാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് കിടക്കുന്നത് കണ്ടു. അതും നല്ല ഒരു ബാഗായിരുന്നു. ആമേൻ. അതിനകത്ത് ബൈബിൾ ഇരിക്കുന്ന കണ്ടു. ബൈബിളും ഉണ്ടായിരുന്നു. ആ ബൈബിൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇത് ആരെങ്കിലും വിശ്വാസികളുടെ ആണല്ലോ എന്ന് പറഞ്ഞ് അവരുടെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞത് നിമിത്തം ഓടി വന്നു. അദ്ദേഹം തന്റെ മകനെ വിട്ടു, ചിൽഡ്രൻസ് മിനിസ്ട്രി പ്രവർത്തിക്കുന്ന തന്റെ മകനെ അയച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ഈ ബാഗും കൊണ്ട് ചെന്നു. അപ്പൊ പറഞ്ഞു, ഇതുപോലൊരു കേസ് കിട്ടിയിട്ടുണ്ട്, അത് ഈ എലിസബത്ത് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവരുടെ ആധാർ കാർഡ് പരിശോധിച്ചു, എന്നോട് സംസാരിച്ചു വീഡിയോ വെച്ചിട്ട്. അപ്പൊ മനസ്സിലായി ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഈ ദൈവദാസന്റെ കൊടുത്തു, ഈ ബാഗ് നിങ്ങൾ അവര് മടങ്ങി വരുമ്പോൾ സേലത്ത് എന്ന് ഈ ബാഗ് ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ ബാഗ് ആമേൻ ഞങ്ങൾ തിരിച്ചു വന്നത് ഫ്ലൈറ്റിനായിരുന്നു. കാരണം 4 ദിവസം എടുക്കും അങ്ങ് ചെല്ലാനായിട്ട്. അത് അത്ര ദൂരം കഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാം അബോവ് 60s ആയിരുന്നു. അപ്പോൾ അത്ര ദൂരം കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് ആമേൻ അങ്ങനെ ഞങ്ങള് ഇതില് ഫ്ലൈറ്റിന് എടുക്കുകയായിരുന്നു. ആമേൻ. എന്നാൽ ആ ദൈവദാസൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ആമേൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ആ ബാഗ് കൊണ്ടേൽപ്പിച്ചു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ ബാഗിന്റെ ബാഗ് പോയെങ്കിലും ഞാന് എനിക്ക് ലഭിക്കുവാനിടയായി. ഞാൻ ഇവിടെ വീട്ടിനകത്ത് കയറിയത് എൻ്റെ ഇവിടെ വന്ന് സഹായിക്കുന്ന ആ സഹോദരിയുടെ കയ്യില് അബദ്ധവശാലോ
ഭാഗ്യവശാലോ ഞാൻ ആ താക്കോല് ഏൽപ്പിച്ചിരുന്നു, വീടിന്റെ താക്കോല് പുള്ളിക്കാരി പറഞ്ഞതാ, എന്റെ ഈ തരണ്ട മാമാമേ, 2 ആഴ്ചയല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് പറഞ്ഞ. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, ഇത് കൈ ഇരിക്കട്ടെ എന്നും പറഞ്ഞ ആ പുള്ളിക്കാരിയുടെ ആ താക്കോലുണ്ടായിരുന്നത് കൊണ്ട് വീട് തുറന്നകത്ത് കയറാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. എല്ലാം ദൈവം അറിയാതെ അല്ല എന്നും എല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടെയാണെന്നുമുള്ളതായ വലിയ ബോധ്യം ലഭിക്കുവാനും, നഷ്ടപ്പെട്ടത് ആ താക്കോലുകൾ ഒന്നും നഷ്ടപ്പെടാതെ, പാൻ കാർഡുകൾ, പിന്നെ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ ഒന്നും നഷ്ടപ്പെടാതെ, ആധാർ നഷ്ടപ്പെടാതെ, ബൈബിള് നഷ്ടപ്പെടാതെ, പൈസ മാത്രം പോയി എന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും അതിനകത്തുണ്ടായില്ല. എന്റെ ദൈവം വലിയ വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. തന്റെ മക്കളെ വിശ്വസ്തന്മാരെ കാക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവേലയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും വരത്തില്ലെന്നല്ല, തീർച്ചയായും വരും. നമുക്ക് അങ്ങനെ ഒരു പ്രശംസ, ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശംസ ഉണ്ടായിരുന്നിരിക്കാം. ദൈവമല്ലേ ഓരോ ഹൃദയങ്ങളെ അറിയുന്നത്. എനിക്ക് ഈ ദൈവവേലയിൽ ഇങ്ങനെ ഇതും പോകാൻ സഹായിച്ചുവല്ലോ എന്നുള്ളതായ പ്രശംസ ഒരുപക്ഷെ കയറി വന്നിരുന്നായിരിക്കാം. അതുകൊണ്ട് എന്നെ പരീക്ഷിക്കാൻ ഒരുപക്ഷെ ദൈവം ചെയ്തതായ ഒരു പരീക്ഷയായിട്ട് ഞാൻ കരുതുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവജനത്തിന്റെയും ഇടയിൽ ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും ദൈവം അതിന്റെ മധ്യത്തില് ഹല്ലേലൂയ തന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും വലിയവനായി കാക്കുന്നു. അങ്ങനെ ദൈവം അതും നൽകി തന്നു. അതിനായി ദൈവത്തിന് ഒത്തിരി 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 സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ പൂർണിയയിലാണ് കടന്നുപോയത്. ഓരോ ദിവസവും രാവിലെ ഇറങ്ങും വണ്ടിയേല്, ആമേൻ, വളരെ ദൂരം യാത്ര ചെയ്ത് ഗ്രാമത്തിലാണ് പോകുന്നത്. ആമേൻ, സ്തോത്രം. അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്റെ പേര് പാസ്റ്റർ ജോസ് ഡാനിയേല്, അതുപോലെ വൈഫിന്റെ പേര് മിനി. അവർക്ക് 3 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളും 1 മോളും. ഈ 3 പേരും ദൈവവേലയിൽ ഇൻവോൾവ് ആണ്. മൂത്ത മകൻ ഡോക്ടർ ആയിട്ട് അവൻ പഠിച്ചത് ചൈനയിൽ നിന്ന് മറ്റിടത്ത് ഒന്നുമല്ല പഠിച്ചത്, അവൻ ബാംഗ്ലൂരിൽ പഠിച്ചു. ആമേൻ, അത് അങ്ങനെ പഠിച്ച് പാസ്സായ ആ ഡോക്ടർ ഇപ്പൊ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബീഹാറിൽ തന്നെ ഉള്ളതായ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. മിഷൻ ഹോസ്പിറ്റൽ. ആ മിഷൻ ഹോസ്പിറ്റലിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ആമേൻ. മകള് BSc നഴ്സിംഗ് കഴിഞ്ഞു. ആമേൻ, അവളും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. അതുപോലെ ഇളയ മോന് ജോഷുവ എന്ന് പറയാം. അവന് ആണെങ്കിൽ ഇറ്റലിയില് ഒരു കോഴ്സ് പഠിക്കുകയാണ്. അവൻ അവിടുത്തെ സകല കാര്യങ്ങളിലും ഞങ്ങൾ ആദ്യം ചെന്നപ്പോ മുതല് ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് മടി വെക്കുക, അവർക്ക് കഴിക്കാൻ കൊടുക്കുക, എന്തെല്ലാം നമുക്കത് കാണുമ്പോൾ അത്ഭുതം തോന്നും. ദൈവമേ, ഇതുപോലെ സ്നേഹിച്ചിട്ടാണല്ലോ ഒരാളെ കർത്താവിങ്കിലേക്ക് നയിക്കാൻ പറ്റുന്നത്. നമ്മൾ വലിയ ആളാണെന്നും പറഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ അവർ തരുന്നതായ ഭക്ഷണം കഴിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെ അവരെ സ്നേഹിക്കാൻ പറ്റും? ഹല്ലേലൂയ. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ 3 പേരും മാതാവിനോടും പിതാവിനോടും ചേർന്ന് ദൈവവേലയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണമേ. ജോസ് ഡാനിയേൽ ആൻഡ് മിനി സിസ്റ്റർ ആൻഡ് 3 പൈതങ്ങള്. ഹല്ലേലൂയ. അവരുടെ ആമേൻ, സ്തോത്രം. ആമേന്. ഞങ്ങൾ കടന്നു ചെന്നത് ആദ്യത്തെ ദിവസം ബാരറ്റാർ വില്ലേജിലാണ് കടന്നു ചെന്നത്. അവിടെ പ്രവർത്തിക്കുന്നത് പാസ്റ്റർ ഹാനോക്ക് എന്ന് പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന് 3 ചർച്ചുകളുണ്ട്. ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിന്റെ വൈഫ് അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആമേൻ, അവരാണ് അവിടുത്തെ ആരാധന. ഞങ്ങൾ പോയ ചർച്ചിന്റെ ആരാധന നടത്തുന്ന ആ സഹോദരിയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരിമാരായിരിക്കുന്ന, ശുശ്രൂഷക്കാരികളായിരിക്കുന്ന സഹോദരിമാരെ, ഹല്ലേലൂയ, നമ്മള് വില്ലേജുകളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങള്, അവിടുത്തെ ആരാധന, എല്ലായിടത്തും ചെന്നപ്പോൾ പാസ്റ്റർമാരുടെ ഭാര്യമാരാണ് ആമേൻ ആരാധന ലീഡ് ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും ആമേൻ ഹൗസ് വിസിറ്റിങ്ങിന് പോകുന്നതും. കാരണം വേല വളരെ വിശാലമാണ്. ദൈവദാസന്മാർ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ ഹാനോക്ക് എന്ന് പറയുന്ന ദൈവദാസന് തന്നെ 3 ചർച്ചുകളുണ്ട്. ഞായറാഴ്ച തന്നെ ആ 3 ചർച്ചുകളിലും പോകണം. അപ്പൊ എന്ത് ചെയ്തു? ഈ ദൈവദാസി ഒരു ചർച്ചിന്റെ ശുശ്രൂഷകളെല്ലാം ആ പുള്ളിക്കാരിയാണ് ചെയ്യുന്നത്. തിരുവത്താഴം മാത്രം, അല്ലെ, സ്നാനം, അങ്ങനെയുള്ളത് മാത്രം ദൈവദാസൻ ചെയ്യും. അങ്ങനെ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവദാസിമാരുടെ ശുശ്രൂഷകൾ കാണുവാൻ ദൈവം കൃപ ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിനാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷെങ്കില് നമുക്കിവിടെ എല്ലാത്തിനും തടസ്സങ്ങൾ. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാര് ശുശ്രൂഷയിലുണ്ട്. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കാൻ സഭയിലുണ്ട്. അതുകൊണ്ട് ദൈവദാസിമാർക്ക് അടങ്ങി പാർക്കാൻ
ഞാൻ പറയുന്നത് എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ ആ ഒരു അനുഭവം കണ്ടപ്പോ സഹോദരിമാര് അത് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടപ്പോ അതെങ്ങനെ പറയാതിരിക്കും, വളരെയധികം ഹൃദയത്തിന് സന്തോഷം ഉണ്ടായി. ഹല്ലേലൂയ. കാരണം ദൈവത്തിനു വേണ്ടി എന്തുമായി തീരുക. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. പക്ഷേ നമുക്ക് ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് അടി വിടാനേ മാത്രമേ പറ്റുന്നുള്ളൂ. നമ്മളും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് പോയി താമസിച്ച് ദൈവവേലയിൽ നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതുപോലെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം കൃപ ചെയ്യും കേട്ടോ. കാരണം ദൈവവേലയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ഹാനോക്ക് പാസ്റ്ററുടെ ആ ചർച്ചിൽ ചെന്ന് അവിടെ ഞങ്ങൾ വൈകുന്നേരം ആണ് പോയത്. വൈകുന്നേരം ചെന്നപ്പോഴ് ലേഡീസ് മീറ്റിംഗ് ആയിട്ടാണ് ഇത് കൂട്ടിയത്. എന്റെ കർത്താവെ, ഒരു ഹോള് നിറച്ച സഹോദരിമാര് തന്നെ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ജാതികളിൽ നിന്ന് ആമേൻ ഇതൊക്കെ വിട്ടിട്ട് കർത്താവിനെ ഈ ജിഞ്ചിലും ഡ്രം പോലെയുള്ള മദ്ദളം പോലെയുള്ള ഇതൊക്കെ എന്താണ് അതിന് പറയുന്നത് എനിക്കറിയത്തില്ല, അത് വെച്ച് കൊട്ടിയും ഒക്കെ ഹാർമോണിയം വായിച്ചും ഒക്കെ എന്തൊരു സന്തോഷമാണ് പാട്ട് പാടുമ്പോൾ, എന്തൊരു ആനന്ദമാണ് ആ പാട്ടുകൾ കേൾക്കാനെന്നറിയാമോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എല്ലാവരെയും ബീഹാറിലേക്ക് ആനയിക്കുകയാണ് കേട്ടോ. ആമേൻ. എല്ലാവരും അവസരം കിട്ടുമ്പോൾ തീർച്ചയായും പോകണം. തീർച്ചയായും പോയി ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ, ദൈവമേ ഇത്രയും രക്ഷ ദൈവം ഈ ജനത്തിന് കൊടുത്തല്ലോ. ആമേൻ. അപ്പോൾ ആ ബാരട്ടാർ വില്ലേജില് 3 ചർച്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 3 ചർച്ചിലും പോകാൻ അവസരങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവരോടൊപ്പം ആയിരുന്നു. 7 പേരുണ്ടല്ലോ, ഓരോരുത്തരെയും ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് ആമേൻ. ഒരാള് പാട്ട് പാടിയെങ്കിൽ സ്റ്റേജിൽ വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ വേറൊരാള് സാക്ഷ്യം പറയും, വേറൊരാള് കുട്ടികളെ പാട്ട് പഠിപ്പിക്കും. എത്ര കുട്ടികളാണെന്ന് അറിയാമോ? കുഞ്ഞുങ്ങളൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പാട്ടുകളൊക്കെ കൈമടിച്ച് പാടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ആമേൻ ഒരാൾ പ്രസംഗിച്ചു, ഒരാള് ആമേൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, കഥ പഠിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുവാൻ ഞങ്ങൾക്ക് 7 പേർക്കും അവസരം എല്ലായിടത്തും ആ ദൈവദാസൻ ഒരുക്കി തന്നു. ആമേൻ. അവര് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മലയാളത്തിൽ പറയും, അവര് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം അവരൊരുക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ച് തൃപ്തി അടഞ്ഞ് ആ സന്തോഷത്തോടെയാണ് തിരിച്ചു പോരുന്നത്. ആമേൻ. അവരുടെ ആൾക്കാർക്ക് കൃഷിയാണ് ജോലി. കൃഷിയും ആടുമാടുകളെ വളർത്തുകയും ആമേൻ. നെല്ല്, ഗോതമ്പ്, അതുപോലെ ചോളം, അതുപോലെ തന്നെ ചണമില്ലേ നമ്മളുടെ ഈ ജൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ജൂട്ട് കൃഷി ചെയ്ത് അത് വെള്ളത്തിൽ ഇട്ടത് വലിയ ഈ പൊക്കത്തിലാണ് അത് വളരുന്നത്. അത് പാകമാകുമ്പോൾ അത് വെട്ടിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് അത് ചീഞ്ഞു കഴിയുമ്പോൾ അവരതിൽ നിന്ന് ആ ചണത്തിന്റെ നൂല് ഇങ്ങനെ ഇളക്കി എടുത്ത് അത് വെയിലത്ത് കെട്ടിയിട്ട് നിരത്തിയിട്ട് ഉണക്കി അത് കെട്ടുകളാക്കി അത് എന്നിട്ട് ഫാക്ടറിയിലേക്ക് അയച്ച് അതാണ് പിന്നെ ചണനൂലും ചണം കൊണ്ട് ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കുന്നതും. ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുന്ന ആ ചണത്തിന്റെ നൂല് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലിയും ഇവര് ചെയ്യുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അതുപോലെ പശു, ആട്, അതുപോലെ മൃഗങ്ങള് എല്ലാം അത് അവർക്ക് ആർക്കും യാതൊരു രോഗമോ ദുഃഖമോ ഒന്നുമേ ഇല്ല. പിന്നെ ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഭൂതാത്മാക്കളാണുള്ളത്. ഭൂതങ്ങളുടെ അവസാനം പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ സഹോദരിമാരല്ലേ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പടോ എന്ന് പറഞ്ഞ് അങ്ങ് മറിഞ്ഞു വീഴുക ആ തലയിലോട്ട് കൈവയ്ക്കുമ്പോഴത്തേക്കിന്. ആമേൻ. അതുപോലെ ഭൂതങ്ങളുടെ ബാധകൾ അവർക്ക് ഇപ്പോഴും അവരില് പലരിലും ഉണ്ട്. പുതുതായിട്ട് വന്നവരുണ്ടായിരുന്നു, അവരിലുണ്ട്. ആമേൻ. എന്നാൽ പൂർണ്ണമായി വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അവർ പൂർണ്ണമായും കർത്താവിൽ വിശ്വസിച്ച വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം ഞങ്ങൾ ഫാൽക്ക ജില്ലയിലേക്ക് വന്നു. അടുത്ത ദിവസം അവിടെ ഫാൽക്ക ജില്ലയിലെ ഈ ചണത്തിന്റെ കമ്പുകൾ കൊണ്ട് ഇങ്ങനെ ആണ് അവര് അതിന്റെ മുകളില് ടിന്ന് കൊണ്ടുള്ള ഷീറ്റ് കൊണ്ടാണ് അവര് ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചണത്തിന്റെ കമ്പുകൾ കൊണ്ടാണ് നിരത്തി അത് കയറുകൊണ്ട് കെട്ടി ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ താമസിക്കുന്ന കുടിലുകളെല്ലാം അങ്ങനെ
അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, തീ വെച്ച് ബീഹാറിലുണ്ടായ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ തന്നെ വേറൊരു ജില്ലയിലെ തീ വെച്ച് കുടുംബങ്ങൾ നശിപ്പിച്ചെന്ന്. ഇങ്ങനെയുള്ള കുഴികളിൽ താമസിക്കുന്നവർക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരച്ചാൽ മതി, മുഴുവൻ കത്തിപ്പോവും. അവരെല്ലാം അടുത്തടുത്ത് താമസിക്കുന്നവരാ. ആമേൻ. അങ്ങനെയുള്ള സ്ഥലത്ത് ഹല്ലേലൂയ അങ്ങനെയുള്ളവരെ രക്ഷിച്ച് അവരുടെ ഭൂതങ്ങളെ ശാസിച്ച് ഹല്ലേലൂയ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർക്കായി ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു കുട്ടികളുടെ ഹോസ്റ്റൽ ദൈവദാസൻ നടത്തുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ വിട്ട്. അതുപോലെ തന്നെ ആമേൻ അറേറിയ എന്ന് പല സ്ഥലത്ത് വേറൊരു സ്ഥലമാണത്, അവിടെ പോകുവാനായിട്ടിടയായി. അതുപോലെ കിഷൻ ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുവാനിടയായി. ഹല്ലേലൂയ. ഇവിടെ എല്ലാം ഈ രീതിയിലുള്ളതായ കൂടിവരവുകളാണ്. കിഷൻ ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വീടാണ്, അവിടെ 4 മക്കളുണ്ട്. അവർ 4 മക്കളും അടുത്തടുത്ത് വീടുകൾ വെച്ച് താമസിക്കുകയാണ്. അവർക്ക് കൃഷി ചെയ്ത് അവർ തന്നെ നെല്ലുകുത്തി അവർ തന്നെ പൊടിപ്പിച്ച് അവർ തന്നെ ഗോതമ്പായാലും എല്ലാം പൊടിക്കുന്ന മെഷീനും എല്ലാം അവർക്ക് തന്നെ ഉണ്ട്. ആമേന. നെല്ല് കുത്തുന്നായ ഇതും എല്ലാ മെഷീനും അവർക്കുണ്ട്. എല്ലാ മക്കളും വളരെ സ്നേഹത്തോടെ അവരുടെ പിതാവ് മാതാവ് വളരെ സ്റ്റേണായിട്ട് നിൽക്കുന്ന വിശ്വാസികളാണ്. അവരുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അവരുണ്ടാക്കിയതായ കോഴിക്കറിയും ചോറും എല്ലാം കഴിച്ച് ഞങ്ങൾ കേട്ടോ. ഡാൽ കറിയും പപ്പടവും, ഇതാണ് എല്ലായിടത്തും ചെല്ലുമ്പോ ഡാൽ കറി ഒരു വെള്ളം പോലെ ഇരിക്കും. അതുപോലെയുള്ള ഡാൽ കറി. പിന്നെ കോഴി രണ്ടിടത്ത് മാത്രമേ കോഴി ഉണ്ടായിരുന്നുള്ളൂ, കാരണം അതിനുള്ള കഴിവില്ല. അല്ലാത്തടത്ത് പൊട്ടറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തേലും ഒരു കറി. മുട്ടയായിരിക്കും ചിലയിടത്ത്. രണ്ടിടത്ത് മുട്ടയുണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ ആമേൻ ആ കറി കൂട്ടി ചോറും കഴിച്ച് തൃപ്തരായാണ്, സന്തോഷത്തോടെയാണ്. എന്തോ ഒരു സന്തോഷമായിരുന്നെന്നറിയാവോ. പിന്നെ പോയ ജില്ല ഗരിയ ബാലുവ. അതും അതുപോലെ തന്നെയുള്ള സ്ഥലമാണ്. അതുപോലെ ദാംദഹ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ ഗരിയ ബാലുവായിട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ ഗ്രാമവാസികൾ ഞങ്ങളെ സ്വീകരിച്ചത്. എങ്ങനെയാണെന്നറിയാമോ? എല്ലാവരും സഹോദരിമാരായ ഞങ്ങളെ റിസപ്ഷനായിട്ട് മുമ്പോട്ട് കടന്നു വരും. ഇവരിങ്ങനെ പാട്ടും പാടി കൈ വടിച്ച് കൊട്ടി ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രിസ്തീയ പാട്ടാണ് പാടുന്നത്. അവര് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ പാട്ടുപാടി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ അവരിങ്ങോട്ട് വന്ന് ഞങ്ങളെ എതിരേക്കും. ഒരാള് കാലവുമായിട്ട് ഒരു പൂവ് മുന്തകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അത് ഞങ്ങളിൽ ഒരാൾ മേടിക്കണമെന്ന് പറഞ്ഞു. അവരെ റിസീവ് ചെയ്യുന്നതാണ്. അത് ഞങ്ങൾ മേടിച്ചു. ആമേൻ. അതിനുശേഷം ഇവരും ഞങ്ങളെ അങ്ങോട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് വളരെയധികം സന്തോഷത്തോടെ കളർഫുൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവരും ഇങ്ങനെ താളമൊക്കെ അതെന്ന് പറഞ്ഞാൽ ഡാൻസ്, അവരുടെ ഡാൻസ്. പക്ഷെ ജാതീയമായിട്ടുള്ള രീതിയൊന്നുമില്ല. പക്ഷെ അവരുടെ ആ ജാതികളുടെ കൾച്ചർ അവര് മാറ്റിയിട്ടില്ല. അത് മാറാനും അതുകൂടെ ഒക്കെ മാറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത് സഹായിക്കട്ടെ. അങ്ങനെയാണ് അവരുടെ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നിട്ട് കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് അവർ ഞങ്ങളുടെ കാലുകൾ കഴുകും. കാല് കഴുകി കാല് തോർത്തും. നമ്മളുടെ കാല് കഴുകൽ ശുശ്രൂഷ പോലെ ഒരു തടിയുടെ മുകളിലെടുത്ത് കാല് വയ്ക്കും. അവര് ഇങ്ങനെ മൊന്തയിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഞങ്ങളുടെ കാല് കഴുകി 2 കാലും കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളെ അകത്തോട്ട് അവരുടെ ആ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവര് പാർക്കുന്ന ആ വീടുകളെല്ലാം കൂടെ ഒന്നിച്ചുള്ളതാ. അതിനകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ അനുവാദം തന്നുള്ളൂ. അപ്പൊ അത് വളരെ സന്തോഷമായിരുന്നു. ഫോട്ടോയൊക്കെ ഉണ്ട്. ആമേൻ. സ്തോത്രം. അങ്ങനെ അവിടെ ചെന്നപ്പോഴുള്ളതായ ആ ഒരു അനുഭവം അതിലും ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാവരും കൂടിയിരുന്ന് ചിലയിടത്ത് അവിടെ വിളക്കായിരുന്നു. വിളക്കെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് മാത്രം ലൈറ്റ് ഉണ്ട്. ഒരു പെട്രോമാക്സ് അടിച്ചു വെച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത്. അല്ലാതെ ലൈറ്റ് ഒന്നും എല്ലായിടത്തും വന്നിട്ടില്ല. ആമേൻ. സ്തോത്രം. എന്നാല് എത്ര സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ വളരെ ഹൃദയം സന്തോഷിച്ചു. അതുപോലെ ഗരിയ ബാലുവ, അതുപോലെ ദംദഹ, അതിന് ശേഷം സിംറഹ, അരാരിയ ഡിസ്ട്രിക്ട്, ഇങ്ങനെയുള്ളതായ ഡിസ്ട്രിക്റ്റുകളിലെല്ലാം ഗ്രാമങ്ങളിലൊക്കെ പോകുവാനായിട്ട് ഇടയായി. അവസാനം ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ നേപ്പാളിലേക്ക് കടന്നുപോയി. അവിടുത്തെ സഭയില് അവിടുത്തെ പാസ്റ്ററുടെ പേര് ജോസ് ടിയു ആൻഡ് ഷിബി. അവർക്ക് 2 മക്കളുണ്ട്. ആമേന്. ആ സഹോദരിയാണ് അവിടുത്തെ ശുശ്രൂഷ നിർവഹിച്ചത്. അന്നേരം പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അന്നേരം പോയിരുന്നു. രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിച്ചത്
ചെയ്യുന്നത് ആ സഹോദരിയാണ്. ആമേൻ. ആരാധന ലീഡ് ചെയ്യാൻ കുട്ടികളെ നയിക്കുന്നത് ആ സഹോദരിയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ലീഡ് ചെയ്തത് ആ സഹോദരിയാണ്. പ്രസംഗിച്ചത് ആ സഹോദരിയാണ്. പിന്നെ പ്രസംഗിക്കാൻ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ അവസരങ്ങൾ തന്നു. പ്രിയമുള്ളവരെ, ഇത് കാണുമ്പോൾ ഹൃദയം വളരെ നന്ദി കൊണ്ട് നിറയുന്നു. ഞങ്ങൾ ചോദിച്ചു, ഈ നേപ്പാൾ ഹിന്ദു രാജ്യമല്ലേ, എങ്ങനെയാ ഇവിടെ? അപ്പൊ ആ സഹോദരി പറയാണ്, ആന്റി, മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ, കാര്യം ഹിന്ദു സ്റ്റേറ്റാ, ഇവർക്ക് അങ്ങനെ വലിയ ഹിന്ദുത്വം എങ്ങനെ മുറുകെ പിടിച്ചുള്ളതായ ആ ഒരു രീതിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ അന്ധകാര ശക്തികൾ ഇങ്ങനെ അധികം ഇല്ല. നമ്മൾ ശാസിക്കുമ്പോഴോ നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോഴേ അതങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് വേല വർദ്ധിക്കാനായിട്ട് അത് മുഖാന്തരമാകുന്നു എന്ന് പറഞ്ഞു. അവര് ഒരു ഹോസ്റ്റൽ പെൺകുട്ടികളുടെ നടത്തുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അവരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ സഹോദരി, ഇഷിബി സഹോദരി, ഇവർക്ക് 2 മക്കളാണ് ഉള്ളത്. ആമേൻ. അവരും അവരുടെ പഠിത്തവും കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ, അതുപോലെ നേപ്പാളിൽ ചെന്നപ്പോൾ ആമേൻ, ബെറേട്ട എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് ചെന്നു. അത് ഹിമാലയ പർവ്വതത്തിന്റെ അങ്ങ് മുകളിലുള്ളതായ സ്ഥലമാണ്. ഏറ്റവും മുകളിലേക്ക് വരെ കയറുവാൻ ദൈവം കൃപ ചെയ്തു കേട്ടോ. ഞങ്ങളുടെ വണ്ടിയാ പോയത്, ഞങ്ങൾ തനിയെ പോയതല്ല. വണ്ടി പോകുവാൻ ഏറ്റവും ടോപ്പിൽ ചെന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ചെന്ന് ഫുഡ് ഉച്ചയ്ക്ക് അവിടെ കഴിക്കുവാനും സഹായിച്ചു. എന്നാൽ മഴ നല്ലായിട്ട് ആ സമയത്തുണ്ടായതുകൊണ്ട് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് പോകാൻ മഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷേ അതിന്റെ മുകൾ വശത്ത് വരെ ചെല്ലുവാനിടയായി. അവിടുന്ന് ഏതാണ്ട് 136 കിലോമീറ്റർ അകലെയാണ് എവറസ്റ്റ് കൊടുമുടി. ആമേൻ, സ്തോത്രം. അതൊന്നും മഴ നിമിത്തം പോകുവാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപ ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളും അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ബീഹാറിലേക്ക് കടന്നു പോവുക. ഈ ദൈവദാസനെ വിളിക്കുക. ഈ ദൈവദാസൻ തന്നെ വേണമെന്നില്ല. ബീഹാറിലെ പ്രവർത്തിക്കുന്ന അനേക വർക്കേഴ്സ് ഉണ്ട്, അനേക ദൈവദാസന്മാരുണ്ട്, അനേക മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. എവിടെ വേണേലും പോകാം. പക്ഷേ ഒന്ന് ബീഹാറിൽ പോകേണ്ടത് ആവശ്യമാണ്. അവരുടെ അൺകൾച്ചേർഡ് ആയിട്ടുള്ളതായ ലൈഫ് ഒന്ന് കാണണം കേട്ടോ. റോഡിലിറങ്ങിയ അപകടം കൂടാതെ തിരിച്ചു വന്ന പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അതുപോലെ ഒരു വശത്തൂടെ വണ്ടി ഇങ്ങനെ പോയാൽ നമ്മൾ ശരിക്കും ലെഫ്റ്റിലൂടെ പോയാൽ അവരതിന് നടുക്കൂടെ ഇപ്പുറത്തൂടെ വരും. ഒരു രീതി റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അൺകച്ചേർഡ് ആയിട്ടുള്ളതായ പ്രത്യേക ആദിവാസികളുടെ ഇടയില് ഇങ്ങനെയുള്ളതായ ദൈവവേലയില് മുന്നേറുവാൻ തക്കവണ്ണം ദൈവദാസന്മാരെ പ്രത്യേക ഈ ജോസ് ഡാനിയൽ പാസ്റ്ററേയും കുടുംബത്തെയും മിനി സിസ്റ്റർ എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസിയാണ്. ഇപ്പോൾ അവർക്ക് നല്ലൊരു വീടും, ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ മുറികൾ, റൂംസ് ഒക്കെ തരാൻ തക്കവണ്ണം ഉള്ളതായ ഒരു വലിയ വീടാണ് വെച്ചിരിക്കുന്നത്. ഒരു മൗണ്ട് സയോൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു CBSE സ്കൂളുണ്ട് 12th വരെ. അതുപോലെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും വിത്തൗട്ട് എനി പബ്ലിക്കേഷൻ. അതുപോലെ അവരുടെ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ ദൈവം അനുവദിക്കുന്ന പോലെ അവരങ്ങ് പോകുക. പബ്ലിസിറ്റിക്ക് പോയാൽ BJP-ക്കാര് എല്ലാം തടയും. അതുകൊണ്ട് അതിനൊന്നും പോകത്തില്ല. അവിടെ കൺവെൻഷനാണ് ഈ 10ാം തീയതി തൊട്ട്. അതുകൊണ്ട് പ്രത്യേക ദൈവമക്കളെ, നിങ്ങൾ അവരുടെ കൺവെൻഷനെ ഓർത്ത്, അവരുടെ എല്ലാ വർക്കേഴ്സ് സ്ഥലങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റിയില്ല. ആമേൻ. പോയെടുത്ത് എല്ലാം ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. വലിയ ദൈവിക സന്തോഷത്തോടെ ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ കൃപ ദൈവം വരണേ. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളും ഇതുപോലെ മിഷൻ പ്രവർത്തനങ്ങൾ പോയി കാണേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ആമേൻ, സ്തോത്രം. ദൈവം അതിനെ ഒരുക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. അതിൽ വരുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് വീണ്ടും കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോകുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് രാവിലെ ഞാൻ വായിച്ച ഒരു സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം എന്നെ വളരെയധികം ടച്ച് ചെയ്തതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുന്നു. 118-ാം സങ്കീർത്തനം 16-ാം വാക്യം. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ യഹോവയുടെ വലങ്കൈ, ഹല്ലേലൂയ. ആ യഹോവയുടെ വലങ്കൈ ഇല്ലായിരുന്നു എങ്കിൽ ഒന്നോർത്ത് നോക്കാം, നമ്മളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന പ്രത്യേക നമ്മുടെ ഹഗായി മോനെ ദൈവം രക്ഷിച്ചത്, ദൈവമേ തന്റെ വലങ്കരത്താൽ രക്ഷിച്ച് ശത്രുവിന് അടിമയായി തീരാതെ വണ്ണം, ലജ്ജിപ്പാൻ വകയില്ലാതെ വണ്ണം ദൈവം രക്ഷിച്ചത് ആ ദൈവത്തിന്റെ കരമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചെങ്കടലിന് മുമ്പില് ആമേൻ മോശയുടെ കരത്തിൽ പ്രവർത്തിച്ചത് ആരുടെ കരം? യഹോവയുടെ വലങ്കരത്താൽ, യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന കരത്താൽ ആമേൻ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. മോശയുടെ ആ വടിയില് വല്ല ശക്തിയും ഉണ്ടായിരുന്നോ? വല്ല മന്ത്രവാദവും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. മോശയോട് പറഞ്ഞു, നീ വടി ചെങ്കടലിന് നേരെ നീട്ട്. ഹല്ലേലൂയ. ആ ചെങ്കടലിനെ ആമേൻ വിഭാഗിച്ചത് ആരുടെ കരമാണ്? യഹോവയുടെ കരമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ ചെങ്കടലിൽ കൂടെ മുമ്പോട്ട് പോയ തന്റെ ജനത്തെ രക്ഷിച്ചത് ആരുടെ കരമാണ്? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിച്ചാണ് അവരെ നടത്തിയത്. സകല മനുഷ്യരും സകല ജാതികളും കണ്ട് വിറയ്ക്കത്തക്ക വിധത്തില് ഹല്ലേലൂയ ദൈവം അവരുടെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിച്ചത് എന്താണ്? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അവൻ തന്റെ ജനത്തിന്റെ മധ്യേ പ്രവർത്തിക്കുന്നു എന്ന് ആമേൻ സകല ശത്രുക്കളുടെയും മുമ്പാകെ, അത് അന്ന് മുതല് ഇന്ന് വരെയും തന്റെ ലോകത്തിലുള്ള സകലരുടെയും മുമ്പില് സാക്ഷ്യമായി നിൽക്കുന്നത് ഈ യഹോവയുടെ വലങ്കൈ, വീര്യം പ്രവർത്തിച്ച യഹോവയുടെ വലങ്കൈയാണ് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, ചന്ദ്രക്കിനെയും മേശക്കിനെയും അപേന്ദ്രവോവിനെയും ആമേൻ തീയിലെടുത്തിട്ടപ്പോൾ അവിടെ രക്ഷിച്ചത് ആരുടെ കരമാണ്? ആമേൻ യഹോവയുടെ വലങ്കൈ, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈ ആമേൻ തന്റെ ജനത്തെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിച്ചു. ആമേൻ. അതുപോലെ നമ്മളുടെയും ജീവിതത്തില് എരിയുന്ന തീച്ചൂള പോലെയുള്ളതായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ആമേൻ ഹല്ലേലൂയ, ദൈവമേ ഇത് വല്ലാത്ത തീയാണ്, ഇതിൽ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ഇതിലൂടെ എങ്ങനെ നടക്കും എന്ന് ഹല്ലേലൂയ നാം ഭയപ്പെടുമ്പോൾ ദൈവം നമ്മോട് കൂടെ വന്ന് യഹോവയുടെ വലങ്കരത്താൽ തീയുടെ ബലത്തെ അവൻ കെടുത്തിക്കളയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കയാണ്. ആമേൻ. അത് ഇന്നും തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാലം തന്നെയാണ് പ്രിയമുള്ളവരെ. അതുപോലെ ആമേൻ ഗർജിക്കുന്ന സിംഹങ്ങളുടെ കൂട്ടിലകപ്പെട്ടതായ ആമേൻ ദാനിയേലിനെ എങ്ങനെ ദൈവം രക്ഷിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന ഭുജമാണ് രക്ഷിച്ചത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ നമ്മളുടെയും ജീവിതത്തിൽ വരുന്നതായ കഷ്ടങ്ങൾ ഹല്ലേലൂയ ഒക്കെയും വരുമ്പോൾ നമ്മളെയും രക്ഷിക്കുന്നത് ആരാണ്? യഹോവയുടെ വീര്യം പ്രവർത്തിക്കുന്ന ഭുജമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അങ്ങനെ നിന്റെ ഹല്ലേലൂയ പല വാക്യങ്ങളുണ്ട്, സമയം പോയതിനാല് ആമേൻ ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. ആമേൻ. സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ സ്തോത്രം 74 11 വാക്യത്തിൽ പറയുന്നു, നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? ആമേൻ. സ്തോത്രം. ശത്രുവിന്റെ മുമ്പില് ആമേൻ ചോദിക്കുന്ന ചോദ്യമാണ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന, നിന്റെ വലങ്കൈ നീ വലിച്ചു കളയുന്നത് എന്താ ദൈവമേ? ആമേൻ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന അവസരങ്ങൾ വരും. എന്നാലും ദൈവമാണ് അവസാനം രക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ സങ്കീർത്തനങ്ങൾ 60:5 യഹോവയുടെ ആമേൻ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ആമേൻ നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ചുത്തരമരുളുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈയാൽ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈയാൽ പ്രിയമുള്ളവരെ എന്ത് ചെയ്യുന്നു? വലങ്കൈയാൽ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മോശയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 15:6 നമുക്ക് കാണുന്നു യഹോവയുടെ ആമേൻ വലങ്കരം ആമേൻ ബലത്തിൽ മഹത്വപ്പെടുത്തണമേ എന്ന്. ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നതായ ആ പുറപ്പാട് പുസ്തകം ആമേൻ സ്തോത്രം 15:6. ഹല്ലേലൂയ. ഞാനതൊന്ന് വായിക്കുകയാണ്. യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ബലത്തോടെ വെളിപ്പെടുന്നതായ യഹോവയുടെ വലങ്കൈ ആമേൻ ശത്രുവിനെ തകർക്കുന്നതായ യഹോവയുടെ വലങ്കൈ ആമേൻ. ഈ വലങ്കൈ ഉണ്ടെങ്കിൽ ആമേൻ പ്രിയമുള്ളവരെ ആമേൻ നമ്മളെ ആമേൻ ഏത് പ്രയാസങ്ങളുടെ നടുവിലും ഹല്ലേലൂയ രക്ഷിച്ച് നമ്മെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം നമ്മെ വിടുവിച്ച് ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്
ശത്രുവിന്റെ വലങ്കൈ ആമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മളുടെ പ്രിയമുള്ളവര്, നമ്മളൊക്കെയും ദൈവത്തിന് പ്രിയമുള്ളവരാണ്. നമ്മെ വിടുവിക്കുന്നത്, ഹല്ലേലൂയ, നമ്മളുടെ ആപത്തുകളില്, ആമേ, നമ്മളുടെ രോഗത്തില്, നമ്മളുടെ ആവശ്യങ്ങളില് ശത്രുവിൻ്റെതായ ആമേൻ ആമേൻ ആ ബലമുള്ള ആമേൻ അവന്റെ ആയുധങ്ങൾ തറച്ചു എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ഹോവയുടെ വലങ്കയാണ്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുന്നു. ഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ശരണമാക്കുന്നവരെ തന്റെ വലങ്കയാൽ വിടുവിച്ച് രക്ഷിക്കുന്നു. കൂടാതെ ദേശത്തെ കൈവശമാക്കുവാനും ഹോവയുടെ വലങ്കൈ പ്രവർത്തിക്കുന്നു. 44-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 3-ാം വാക്യം. ആമേൻ. 44-ാം സങ്കീർത്തനത്തില് ആമേൻ 3-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ദേശത്തെ വിടുവിക്കുന്നതും എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വലങ്കരത്താലാണ്. ദൈവം തന്റെ വലങ്കൈ കൊണ്ട്, ആമേൻ, തന്റെ ഭുജബലം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ദേശത്തെ കൈവശമാക്കുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മളുടെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ആമേൻ, ഈ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായ ആമേൻ ഒരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന ആമേൻ ചില വാക്യങ്ങളുണ്ട് കേട്ടോ. ദൈവം തന്നെ തന്റെ മഹത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനതൊന്ന് വായിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ന്റെ 5 മുതല് 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുകയാണ്. അതായത് മോശ കൽപ്പലക രണ്ടാമത് ചെത്തി കൊണ്ടുചെന്ന് ദൈവത്തിന്റെ അടുക്കലായിരുന്നപ്പോൾ, അങ്ങനെ മോശ മുമ്പിലത്തെ 4-ാം വാക്യം, അങ്ങനെ മോശ മുമ്പിലത്തെയോ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് ഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി. കണ്ടോ? ദൈവം ഇറങ്ങണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുന്ന മോശയുടെ നടുവില്, മോശയുടെ അടുക്കൽ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ആരാ? മോശയല്ല, ദൈവം തന്നെ. അപ്പോൾ യഹോവ അവിടെ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ യഹോവ തന്റെ ജനത്തിന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, കണ്ടല്ലോ, നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. കണ്ടോ? ദൈവം തന്നെ തന്റെ മഹത്വത്തെ ഘോഷിച്ചാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത് തീർച്ചയായും ദൈവത്തിന്റെ നമ്മോടുണ്ടാകും. ദൈവത്തിന്റെ സാഹസം ഉണ്ടാകും. നമുക്ക് ഈ പാട്ടിനെ നല്ലതായിരുന്നു. സ്തോത്രം. ആന്റിയുടെ നെറ്റ് വീക്കായി ലെഫ്റ്റ് ആയി തോന്നുന്നു. പിന്നെ സിസ്റ്റർ റെക്കോർഡ്